നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സിംബാബ്വേക്കെതിരായ 2020 പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. ശ്രേയസ് അയ്യർക്ക് ഇതുവരെ അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും നടന്ന പരമ്പരകളിലെല്ലാം തൂത്തുവാരപ്പെട്ട ശ്രേയസ് അയ്യർക്ക് ഒരു വിജയം അനിവാര്യമാണ്. ക്യാപ്റ്റനായി സ്ഥാനമേറ്റെടുത്ത ശേഷം ഇതുവരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് 2020 പരമ്പര അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും പോയി, പിന്നീട് ഏകദിന പരമ്പര ഇംഗ്ലണ്ടിനെതിരെ തോറ്റു. അപ്പോൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുകയാണ് ഗൗതം ഗംഭീറിൻ്റെ ടീം. അത് ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ലായിരുന്നു ക്യാപ്റ്റൻ. പക്ഷേ ഇന്ത്യൻ ടീമിന് മൊത്തത്തിൽ ഒരു പരാജയങ്ങളുടെ പടുകുഴിയിലാണ്. അപ്പോൾ പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെണീറ്റേ പറ്റൂ. അപ്പോൾ സിംബാബ്വേക്കെതിരെയുള്ള ഈ 2020 പരമ്പര എന്തായാലും വിജയിച്ചേ പറ്റുള്ളൂ. അതിൽ ആദ്യത്തെ മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യൻ സമയം 4:30 വൈകിട്ട് 4:30 മുതലാണ് മത്സരം ആരംഭിക്കുക. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസണൊക്കെ ഈ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു, സിംബാബ്വേക്കെതിരായ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയായിരിക്കും ഓപ്പണിങ്ങിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ശ്രേയസ് അയ്യർ, തിലക് വർമ്മ ഒക്കെ പോലുള്ള ആളുകൾ, ശിവം ദുബെ, ഹർഷ് ദുബെ ഇവരൊക്കെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതുപോലെ ബൗളിങ്ങിൽ മയങ്ക് യാദവും യാഷ് ഠാക്കൂറും എല്ലാവരും ഉണ്ടാകും. ആ കളിക്കാരെല്ലാം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതായിരിക്കും നമ്മുടെ ടീം എന്നറിയുന്നു. എന്തായാലും ഈ കളി ജയിച്ചേ മതിയുള്ളൂ. ജയം അനിവാര്യമാണ്. അത് ഇന്ത്യൻ ടീമിന് മാത്രമല്ല, ഇന്ത്യയുടെ കോച്ചിനും ക്യാപ്റ്റനും ഒക്കെ വിജയം അനിവാര്യമാണ്. ഈ മത്സരം ഏത് നിലയിലും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. അത് പിന്നെ ഏത് രീതിയിൽ വിജയിക്കാൻ കഴിയുന്ന കോമ്പിനേഷൻ ടീമിൽ ഉണ്ടാകും എന്നതൊക്കെ ആലോചിച്ച് ആ നിലയിൽ ഒരു ടീമിനെ തന്നെ ഇറക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. എന്തായാലും ഇന്ത്യക്ക് ഒരു വിജയം അനിവാര്യമാണ്.